ഇപ്പം തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. സ്ട്രോ ഉപയോഗിച്ചിട്ട് ജ്യൂസ് മാത്രമാണ് കഴിക്കുന്നത്. കഞ്ഞി ജ്യൂസ് അടിച്ച് കൊടുക്കുക, പിന്നെ ഇളനീര്. മേൽത്താടിക്കും കീഴ്ത്താടിക്കാണ് പരിക്ക് കാര്യം പറ്റും. പിന്നെ പല്ല് കഴിഞ്ഞു പോയിന്, പിന്നെ ഒരു ചുവട്ടിലെ പല്ല് അങ്ങനെ തന്നെ ചെരിഞ്ഞു പോയിന്, എയറിൻ്റെ സ്പീഡ് കൊണ്ട് അങ്ങനെ മറിഞ്ഞ് അത് റെഡിക്കാക്കിയിട്ട് വെച്ചിട്ട് ക്ലിപ്പിട്ടിരിക്കുന്നത്. ഞാൻ 50 ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർമാർ. വലിയ ചികിത്സാ ചിലവ് തന്നെ ഉണ്ടായത്. അതിപ്പോൾ അതിന് പലരും സഹായത്തോടുകൂടി ആ ചികിത്സ നടത്തിയത്. ബന്ധുക്കളും ഉത്തരവാദികളും എല്ലാവരും ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോക്ക്? മുന്നോട്ട് പോക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള പ്ലാങ്കാ. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് പുറമേരി സ്വദേശിനിയായ ഐശ്വര്യ ആലുവയിലെ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ കല്ലേറുണ്ടാവുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത്. ആലുവ UC കോളേജിലെ ബയോ ഇൻഫർമാറ്റിക് വിദ്യാർത്ഥിനിയാണ്, 1ാം വർഷ PG വിദ്യാർത്ഥിനിയാണ് ഐശ്വര്യ. അപ്പം ഐശ്വര്യയ്ക്ക് ഇപ്പോൾ പരിക്കേറ്റതിന് ശേഷം ഐശ്വര്യയുടെ പരീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. റെയിൽവേയിൽ നിന്നും കാര്യമായ സഹായങ്ങളൊന്നും ലഭിച്ചില്ല. ഐശ്വര്യയുടെ അച്ഛൻ രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാമകൃഷ്ണ, എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന് അവളെന്തൊക്കെയാണ് പറഞ്ഞത്? ആലുവയിൽ നിന്ന് രാത്രി വൈകുന്നേരം 6 മണിക്ക് അവിടുന്ന് ട്രെയിൻ കയറി. ഒരു രാത്രി 10-ൻ്റെയും 9:45 ഇടയിൽ കടലുണ്ടിക്കും പറവൂക്കിനും ഇടയിൽ വെച്ചിട്ട് കല്ലേറ് പരിക്ക് പറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം അവിടുന്ന് ഹോസ്പിറ്റലിൽ പോവുകയും RPF ബീച്ച് ആസ്പത്രി കൊണ്ടുപോയി. അതിനുശേഷം അവിടുന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മെഡിക്കൽ കോളേജിലോ ABMO അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. പരിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് കിട്ടുക സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവർ വിളിച്ചതിന് ചോദിച്ചതിന് സമാധാനമായി പറഞ്ഞത് അവന് ബേബിയിലേക്ക് പോട്ടെ തന്നെ. അവർ ചോദിച്ചു എന്നോട് ബേബിയിലേക്കോ മിംസിലേക്കോ എവിടെയാണ് പോകേണ്ടത് മെഡിക്കൽ കോളേജ്. ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നി ബേബിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബേബിയിൽ വെച്ചാണ് സർജറി കഴിഞ്ഞത്. സർജറി കഴിഞ്ഞ് അതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരികയാണ്. അന്ന് ഡിസ്ചാർജായി. ഇപ്പോൾ വീട്ടിലാണുള്ളത്. എൻ്റെ വീട്ടിലുള്ളത്. ഇവിടെ സൗകര്യം കുറഞ്ഞതുകൊണ്ടും പിന്നെ ഇൻഫെക്ഷൻ ആകുന്നതിന് പേടിച്ചിട്ട് പലരും വന്ന് കാണുമ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് പേടിച്ചിട്ട് ഇവളെ ചേച്ചിയുടെ വീട്ടിലാക്കി, ഭാര്യയുടെ ചേച്ചിയുടെ വീട്ടിൽ അവിടെയാണുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. സ്ട്രോ ഉപയോഗിച്ചിട്ട് ജ്യൂസ് മാത്രമാണ് കഴിക്കുന്നത്. കഞ്ഞി ജ്യൂസ് അടിച്ച് കൊടുക്കുക, പിന്നെ ഇളനീര്, അങ്ങനെയുള്ള ചെറിയ ജ്യൂസ് അത്രയേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. അതിനിപ്പോൾ ശരിയൊന്നായിട്ട് ക്ഷീണിച്ചിരിക്കുക. ഇതിൽ എന്തൊക്കെയാണ് പരിക്ക് പറ്റി? എങ്ങനെയൊക്കെയാണ്? മേൽത്താടിക്കും കീഴ്ത്താടിക്കാണ് പരിക്ക് കാര്യം പറ്റും. പിന്നെ പല്ല് കഴിഞ്ഞു പോയിന്, പിന്നെ ഒരു ചുവട്ടിലെ പല്ല് അങ്ങനെ തന്നെ ചെരിഞ്ഞു പോയിന്, എയറിൻ്റെ സ്പീഡ് കൊണ്ട് അങ്ങനെ മറിഞ്ഞ് അത് റെഡിക്കാക്കിയിട്ട് വെച്ചിട്ട് ക്ലിപ്പിട്ടിരിക്കുന്നത്. ഞാൻ 50 ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർമാർ. 50%. അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അത് ഒരു 100% ഇല്ല. 50-50 എന്ന് പറഞ്ഞു. നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നിന്നിട്ടില്ലെങ്കിൽ അത് ഫുള്ളായിട്ട് എടുത്ത് കളയേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്? എങ്ങനെയാണ്? ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ജ്യൂസ് മാത്രമാണ്. സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കഴിക്കുക. അനക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വരെ പറ്റുന്നില്ല. പിന്നെ ചെറിയ തോതിൽ എന്തെങ്കിലും പറയും നമുക്കിട്ട് മനസ്സിലാവുമില്ല. അത്ര ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സംസാരിക്കാതിരുന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറയുകയും ചെയ്തിന്. താടിയെല്ലാം ഇപ്പോൾ പൊട്ടായതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സംസാരിക്കുകയും ചെയ്യരുത്. അത് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ അപ്പോൾ ഇൻഫെക്ഷൻ ആയിരുന്നാൽ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. ഇത് പിന്നെ കുറേ ദിവസം പിന്നെ ഇങ്ങനെ ബെഡ് റെസ്റ്റ് വേണ്ടിയിരുന്നു പറഞ്ഞോ? കൃത്യമായി ഡോക്ടർ പറഞ്ഞു 1 മാസം ശരിക്കും ബെഡ് റെസ്റ്റ് വേണം. ഇത് കുറച്ച് മോശമായ അവസ്ഥയാണ്. പക്ഷേ അതുകൊണ്ട് 1 മാസം നമ്മൾ വിചാരിക്കും ഇത് ചെറുതല്ല ഇത് സംഭവം ദേശം ഗുരുതരമാണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും 1 മാസം കൃത്യമായ റെസ്റ്റ്. ആരും അങ്ങനെ ആരും ബന്ധപ്പെടാണ്ട് മറ്റുള്ള ആളുകളായിട്ട്. ഇപ്പോൾ അമ്മ മാത്രം അരിയത്ത് പോകുന്നത്. ഞാൻ തന്നെ ഇവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് പുതിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോവുക. പുതിയ ഡ്രസ്സ് അങ്ങനെ അഴുക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവുക. എന്നാലും ഞാൻ അധികം നേരം ഇരിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും വരുവോളി എനിക്ക് പരിയായിട്ടുണ്ടാവുള്ളൂ എന്നെല്ലാം പേടിച്ചിട്ട് ഞാൻ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. ഈ റെയിൽവേ എന്നൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിപ്ലൈ ഉണ്ടോ? റെയിൽവേൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഇതുവരെ കിട്ടിയില്ല. ഒരു സഹായം. ഞാൻ ഇന്നലെ വിളിച്ച് SP-നെ വിളിച്ച്, SP-ൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു, റെയിൽവേ ഓഫീസറുടെ നമ്പർ ഉണ്ടായിരുന്നു. എന്തോ കാരണവശാൽ ഇന്നലെ മറ്റേ ഫോൺ എടുക്കലുണ്ടായിരുന്നു. ഞാൻ നോക്കാം, ഞാൻ ആളുകൾ ആരെ പ്രതിനെ പിടിച്ചെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം കൊണ്ട് പിടിക്കും, അല്ലെങ്കിൽ പ്രതിനെ രണ്ടാളെ സംശയം ഉണ്ടെന്നെല്ലാം പറയും. ഇതുവരെ ആരെയും പിടിച്ചിട്ടുമില്ല. ഇന്നലെ എന്തെങ്കിലും അപ്പോൾ ഞാൻ ചോദിക്കണ്ട, നിങ്ങൾക്ക് റെയിൽവേ ഭാഗത്ത് എന്തെങ്കിലും സഹായം നമുക്ക് കിട്ടുവാനെങ്കിൽ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ ഇതുവരെ യാതൊരു സഹായവും നോക്കട്ടെ എന്ന് പറയാമെന്നല്ലാണ്ട് ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അവർ ഫോണും എടുത്തില്ല. ചിലപ്പോൾ അയാളെ തിരക്കായിരിക്കും. നേരെ റെയിൽവേ ഓഫീസറെ വിളിച്ച് അവരും ഫോൺ എടുത്തില്ല. ചിലപ്പോൾ അവർ തിരക്കൊണ്ടായിരിക്കും. എന്നാൽ തിരിച്ച് വിളിക്കും ഞാൻ പ്രതീക്ഷിച്ച്. തിരിച്ച് വിളിയും ഉണ്ടായില്ല.
വലിയ ചികിത്സാ ചെലവൊക്കെ ഉണ്ടായോ? വലിയ ചികിത്സാ ചെലവ് തന്നെ ഉണ്ടായത്. അതിപ്പോൾ അതിന് പലരും സഹായത്തോടു കൂടി ആ ചികിത്സ നടത്തിയത്. ബന്ധുക്കളും ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സ നടത്തിയത്. ഇപ്പം എങ്ങനെ ഇപ്പം ഹോസ്പിറ്റലിൽ പോകണോ അങ്ങനെയൊക്കെയാ? ഇനിയിപ്പോൾ ഈ 17-ന് പോകേണ്ടതായിരുന്നു. അപ്പോൾ 17-ന് പോയപ്പോൾ 25-ന് വരും. അപ്പോൾ 2 ദിവസം പോകാൻ പറ്റുന്ന അടുത്ത് 17-ന് സർജറിന് ഡോക്ടർ, പിന്നെ പ്ലാസ്റ്റിക് സർജറിന് ഡോക്ടറും 25-ാം തീയതി സർജറിന് ഡോക്ടറെയും കാണണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡോക്ടറെ വീണ്ടും വിളിച്ച് 2 ദിവസം പോകാനുള്ള അവൾക്കുള്ള ബുദ്ധിമുട്ട്, പിന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ, ഇതെല്ലാം കാരണം ഞാൻ എന്ത് ചെയ്ത് ഡോക്ടറെ വിളിച്ച് തിങ്കളാഴ്ചക്ക് 2 ഡോക്ടറുള്ള ദിവസത്തേക്ക് ഒരേ ദിവസം കാണിക്കാമെന്ന് വിചാരിച്ച് 2 ദിവസം കൂടി അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ആശാരിപ്പണി തന്നെയാണോ? വേറെ എന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങളൊക്കെ? വേറെ വരുമാനം മാർഗ്ഗമൊന്നുമില്ല, ഈ പണിയെടുത്ത് ജീവിക്കൽ മാത്രം. കുട്ടീൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഇനിയിപ്പം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും? ഇനിയിപ്പോൾ ഈ അടുത്ത പ്രാവശ്യം 2 സെമസ്റ്റർ ഒന്നിച്ച് എഴുതേണ്ടി വരും. അങ്ങനെ തന്നെ ഇപ്പോൾ കോളേജിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സഹായം കിട്ടും എന്തെല്ലാം എന്ന് അറിയില്ല. പരീക്ഷേൻ്റെ സംവിധാനം അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ? കോളേജായിട്ട് ബന്ധപ്പെട്ട് മാഷ് പറഞ്ഞ് അങ്ങനെ ഒരു ചാൻസ് ഒന്നും ഇല്ല. ഇനി ബൈ ചാൻസ് എന്തെങ്കിലും കിട്ടിയാൽ അല്ല ഗവർണർ എടുത്താലും ഗവർണറും കൂടി തീരുമാനിക്കേണ്ടതാണ്. നമുക്കായിട്ട് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ 2 സെമസ്റ്റർ ഒന്നായിട്ട് എഴുതേണ്ട പരിപാടി എന്നുള്ള പേടിയാണ് ഇപ്പോൾ. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ കാവൽ മന്ത്രിസഭയിലുള്ളത്, അതുകൊണ്ടായിരിക്കാം ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ട് പോക്ക്? എങ്ങനെയാണ് മുന്നോട്ട് പോക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള പ്ലാങ്കാ. ഏത് രൂപത്തിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തായാലും ചികിത്സിച്ചാൽ മതിയാവും. ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലും സഹായിക്കുന്ന പ്രതീക്ഷയിൽ. അവളെന്തെങ്കിലും പറയാനുണ്ടോ? അവൾ ഒന്നും പറയുന്നില്ല. അവൾക്ക് ഭയങ്കര പ്രയാസമായി. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കോളേജിലും പോകാൻ പറ്റുന്നില്ല, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഇത്തരം കണ്ടീഷനിലായതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് അവൾ. ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ വെറും ജ്യൂസ് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. ഈ ഒരു ക്ഷീണവും കാര്യം ഉണ്ട്. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നോ? നല്ലോണം പഠിക്കും. അവൾ +2 ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയായിരുന്നു. SLC ഇവിടെ അടുത്ത് തന്നെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡിഗ്രിക്ക് സെൻറ്റ് മേരീസിൽ ബത്തേരിയിൽ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവൾ ഇൻഫോർമാറ്റിക് കോഴ്സ് എടുത്തിട്ട് ബയോ ഇൻഫോർമാറ്റിക് കോഴ്സ് എടുത്തിട്ട് ആലുവയിൽ പഠിക്കുന്നത്. പഠിക്കാനൊക്കെ മിടിക്കുക. ഇവിടുത്തെ സംഭവത്തിന് ശേഷം പിന്നെയും ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അവിടെ? പിന്നെ ഇപ്പോൾ അതിനുശേഷം ട്രെയിൻ നേരെ ഏറുണ്ടായിരുന്ന പത്രത്തിൽ കണ്ടിരുന്നു, TV വാർത്തയൊക്കെ കേട്ടിരുന്നു. ഇങ്ങനെ മൊബൈലിൽ നമ്മൾ TV ഇവിടെ ഇല്ല, മൊബൈലിൽ ഇങ്ങനെ നമ്മൾ കാണും, യൂട്യൂബിൽ. അങ്ങനെയാണ് അറിയുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇടപെടൽ നടക്കണ്ടല്ലേ അല്ലേ? തീർച്ചയായും അത് വേണം. നമ്മൾ മാത്രം ജനങ്ങളുടെ സപ്പോർട്ടും വേണം, ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടും വേണം. ഒരു പ്രദേശത്ത് നമ്മളിപ്പോൾ എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് എത്രയുണ്ടെന്ന്. ഇതുപോലെ ആയിരിക്കും മറ്റുള്ളവർക്ക് വന്നാലും ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇതാണെങ്കിൽ എന്നെ ആലോചിക്കുന്നത് വളരെ പ്രയാസത്തിലാകും. ഇത് ഒരിക്കലും അനുഭവിച്ചുകൂടെ. ഇത്തരം ആൾക്കാരെ പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട് നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.